ഈ വർഷം നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ പഴുത്തയൊക്കെയാണ് കേട്ടോ. ഇത് നല്ല വരിക്കച്ചക്കയാണ്. കുറേ ഭാഗം നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ചക്കയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ്. ഒരുപാട് തവണ ചക്കയട കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുരുവൊക്കെ മാറ്റി ചുളയെടുത്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കയുടെ അളവ് കൂടുതലും അരിപ്പൊടിയുടെ അളവ് കുറവുമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടിയും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇനി ശർക്കര അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. ആദ്യം എൻ്റെ കുറച്ച് ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യം തന്നെ ആ ചക്കയിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ നല്ലോണം കട്ടിയാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കിയിട്ട് രണ്ടാമത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. ഇനി വേണ്ടത് വാഴയിലയാണ്. വാഴയില എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കുമ്പം തന്നെ അതിങ്ങനെ പരന്ന് വന്നോളൂ. നമ്മൾ പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ലൂസാണല്ലോ കൂട്ട്. ഇനി അത് നല്ല ആവിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ആവിയേറ്റതിന് ശേഷം വെന്തോ എന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടൻ ചായയും നമ്മുടെ ചക്കയടയും കൂടിയാണ് നമ്മൾ ഇന്ന് രാത്രി കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.